السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. കുതുബി 44 നീരിന്റെ കൗല് قوله هذا إشارة إلى جواب معارضة أقول കുതുബുദ്ദീൻ റാസി പറഞ്ഞല്ലോ أقول هذا إشارة إلى جواب معارضة تورد هنا മന്ദിക്കിന്റെ ലേക്കുള്ള ആവശ്യത്തിന് ബയാൻ ചെയ്യുന്ന വിഷയത്തിൽ കൊണ്ടുവരപ്പെടുന്നതായ ഒരു ഇത്തിറാദ്, ആ ഇത്തിറാദിന്റെ ജവാബിലേക്ക് സൂചനയാണ് എന്ന് പറയപ്പെട്ടു. അതാണ് ചർച്ച. ഇതസ്തദല്ല തെളിവ് പിടിച്ചപ്പോ ശാരി തെളിവ് പിടിച്ചു. അതിന് മത്ലൂബിന്റെ മേലില് തെളിവ് പിടിച്ചു. ഇവിടെ ഇപ്പം മത്ലൂബുകളുടെ വിഷയപ്പം എന്താ? എല്ലാ തസവുറും ബദീഹിയല്ല, നദിരിയും അല്ല. ഒക്കെ ബദീഹിയും നദിരിയും ആവുകയാണെങ്കിൽ തസൽസുലും വരും, ദൗറും വരും. ഇതാണ് ചർച്ച. പിന്നെ പറഞ്ഞത് വിശദീകരിച്ചത് എന്താണ്? ഇവിടെ രണ്ട് വിഷയമാണ് വിശദീകരിച്ചത്. അഥവാ ഇത്തിറാദിനിക്ക് ജവാബ്, ആ ഇത്തിറാദ് എങ്ങനെയാണ്? മന്ദിക്ക് എന്ന് പറഞ്ഞാൽ ബദീഹിയാണ് ഒന്ന്. രണ്ടാമത് മന്ദിക്ക് ബദീഹിയാണെങ്കിൽ അപ്പൊ അത് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. രണ്ട് വിഷയമാണ് അവിടെ. ഈ രണ്ട് ദലീലിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ദഅവ സുബൂത്താക്കുന്നത്. അതാണ് ഇനി ചർച്ച. അപ്പൊ ഇതസ്തുതില്ല തെളിവ് പിടിക്കപ്പെട്ടപ്പോ, ഇതസ്തല്ല ശാരി തെളിവ് പിടിച്ചപ്പോ, അതിന് നമ്മളെ മത്ലൂബിന്റെ മേലിൽ തെളിവ് പിടിച്ചു. ഇത് ദലീലിന് ഒരു ദലീല് കൊണ്ട് തെളിവ് പിടിച്ചപ്പോ ഫൽ ഖസ്മു, അപ്പൊ എതിരാളി ഇൻ മനഅ മുഖദ്ദിമത്തൻ മുഅയ്യനതൻ മിൻ മുഖദ്ദിമാതിഹി, ദലീലിന്റെ മുഖദ്ദിമകളിൽ നിന്ന് ഒരു മുഅയ്യനായ മുഖദ്ദിമയെ ഖസ്മ് മൻഇ ചെയ്യുകയാണെങ്കിൽ, ഒരു മുഅയ്യനായ മുഖദ്ദിമയെ, ചിലപ്പോ ഒന്നാമത്തെ വിഷയം പറഞ്ഞ എന്താണ്? അതായത് പിന്നെ മന്ദിക്ക് തസവുറ് പിന്നെ മുഴുവനും ബദീഹിയല്ല, മുഴുവനും എന്തല്ല നദിരിയല്ല. ഒരു ബദീഹിയും അല്ല, മുഴുവനും നദിരിയും അല്ല. ഇതാണ് ചർച്ച. അങ്ങനെയാണെങ്കിൽ ദൗറും വരും, തസൽസലും വരും. എന്നത് വിശദീകരിക്കട്ടെ. അപ്പൊ ഇൻ മന മുഖദ്ദിമത്തം മുഅയ്യനത്തം മിൻ മുഖദ്ദിമാതി, മുഖദ്ദിമകളിൽ നിന്ന് മുഅയ്യനായ ഒരു മുഖദ്ദിമയാണ് ഖസ്മ് മൻഇ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഔ കുല്ല വാഹിദത്തിൻ മിന്ന അല തഅയീൻ, മുഖദ്ദിമകളിൽ നിന്ന് ഉള്ള ഓരോ മുഖദ്ദിമനെയും തഅയീനായ രൂപത്തിലാണ് മൻഇ ചെയ്യുന്നതെങ്കിൽ ഫദാലിക യുസമ്മ, അപ്പൊ ആ മൻഇനെ സംബന്ധിച്ച് പേര് പറയപ്പെടും എന്തെന്ന്? മൻഅൻ വ മുനാഖവതൻ വ നഖ്വൻ തഫ്സീലിയ. ഈ മൂന്ന് രൂപത്തിലും പറയാം. മൻഇ എന്നും പറയാം, പിന്നെ മുനാഖദ എന്നും പറയാം, തഫ്സീലിയായ നഖ്വ് എന്നും എന്ത് ചെയ്യാം പറയാം. ഈ മൂന്ന് രൂപത്തിലും ഇവിടെ പറയാവുന്നതാണ്. മുഅയ്യനായ മുഖദ്ദിമയിൽ നിന്ന്, ദലീലിന്റെ മുഅയ്യനായ മുഖദ്ദിമയിൽ നിന്നുള്ള മുഅയ്യനായ ഒരു മുഖദ്ദിമനെയാണ് മൻഇ ചെയ്യുന്നത്, അല്ല ഓരോന്നിനെയാണ് മൻഇ ചെയ്യുന്നത് എന്ന് വെക്കുകയാണെങ്കിൽ, അപ്പൊ അവിടെയുള്ള ഈ മൻഇനെ സംബന്ധിച്ച് മൻഇ എന്നും പറയാ, മുനാഖദ എന്നും പറയാ,
അതേപോലെ തന്നെ തഫ്സീരിയായ നഖ്ദ് എന്നും എന്ത് ചെയ്യാം പറയാം. എങ്കിൽ അങ്ങനെ പറയുകയാണെങ്കിൽ വലാ യഹ്താജു, അപ്പൊ അവിടെ ആവശ്യം വരികയില്ല. എങ്ങോട്ട് ആവശ്യം വരൂല? ഇലാ ഷാഹിദി, ഷാഹിദിലേക്ക് ആവശ്യം വരില്ല. തെളിവിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. തെളിവിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. കാരണം എന്താണ്? ഈ പറയപ്പെട്ടതായ മുഖദ്ദിമ, ആ മുഖദ്ദിമ സത്യത്തില് അപ്പൊ അതടിസ്ഥാനത്തിൽ ഫൈദാ ദുഃഖിറ അങ്ങനെ പറയപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് പറഞ്ഞു? ഷൈഉൻ, ഒരു കാര്യത്തെ പറഞ്ഞു. എങ്ങനത്തെ കാര്യമാണ്? യതഖവ്വാ ബിഹിൽ മൻഉ, അതുകൊണ്ട് മൻഇനക്ക് ശക്തി ഉണ്ടായിത്തീരും, ഖുവ്വത്ത് ഉണ്ടായിത്തീരും. അങ്ങനെ ഖുവ്വത്ത് ഉണ്ടായിത്തീരുന്ന ഒന്നിനെ അവിടെ പറയപ്പെടുകയാണെങ്കിൽ ഇസമ്മ സനദ് ലിൽ മന്നി, മന്നിന്റെ സനദ് എന്ന് അതിനെ സംബന്ധിച്ച് പറയപ്പെടും. സനദ് എന്ന് പറയപ്പെടും. അല്ല ഇനി വൈമന മുഖദ്ദിമത്തൻ ഗൈറ മുഅയ്യനത്തി, ഗൈറ മുഅയ്യനായ മുഖദ്ദിമ ആണ് അവിടെ മൻഇ ചെയ്യുന്നതെങ്കിലോ അലജ്നബിയ യഖൂല മാലി പറയാ ലൈസ ദലീലുക്കും ബി ജമീ മുഖദ്ദിമാതിഹി സഹീഹ, ഇത്ര മാത്രം പറഞ്ഞാൽ മതി. അതായത് മുഖദ്ദിമകളിൽ നിന്നുള്ള എല്ലാ മുഖദ്ദിമയോടും കൂടെ നിങ്ങൾ കൊണ്ടുവന്ന ദലീല് അതെന്തല്ല? സഹീഹല്ല. ഏത് മുഖദ്ദിമ എടുത്താലും നിങ്ങൾ കൊണ്ടുവന്ന ദലീൽ എന്തല്ല? സഹീഹല്ല. അപ്പൊ അതിന്റെ മാന എന്തായി? അന്ന ഫീഹാ ഖലലൻ, അവിടെ എന്തോ തകരാറുണ്ട്. നിങ്ങൾ കൊണ്ടുവന്ന മുഖദ്ദിമയിൽ എന്തോ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ വെക്കുമ്പോൾ ഫദാലിക യുസമ്മ നഖ്ദൻ ഇജ്മാലിയ, അപ്പൊ ഇജ്മാലിയായ നഖ്ദ് എന്ന് പറയും. ഇജ്മാലിയായ നഖ്ദായി കഴിഞ്ഞാൽ വലാ ബുദ്ധതായ ഹുനാക്ക് അവളെ ആവശ്യം വരും. എന്തിലേക്ക് ആവശ്യം വരും? ഇലാ ഷാമിമിൻ ഷാഹിദി, ഒരു ഷാഹിദ് വേണം. ഇഖ്തിലാദിന്റെ മേൽ അറിയിക്കുന്ന തെളിവ് വേണം. അത് സുബൂത്താക്കണ്ടേ? അത് സുബൂത്താക്കണമെങ്കിൽ ഏത് വേണ്ടി വരും? തെളിവ് വേണ്ടി വരും. തെളിവില്ലാതെ ഒരിക്കലും എന്ത് ചെയ്യൂല, അവിടെ സമ്മതിക്കൂല. അപ്പൊ ദലീല് കൊണ്ട് അവിടെ സമ്മതിക്കാൻ അതിനെ സ്ഥിരപ്പെടുത്തേണ്ടി വരും. അല്ല, ഇനി മൂന്നാമത്തെ വിശദീകരണം, വൈല യംന ശൈഅൻ മിനൽ മുഖദ്ദിമാതി ലാ മുഅയ്യനതൻ വലാ ഗൈറ മുഅയ്യനൻ, മുഖദ്ദിമ ദലീലിന്റെ മുഖദ്ദിമയിൽ നിന്നുള്ള മുഅയ്യനോ ഗൈറ മുഅയ്യനോ ആയ ഒന്നും എന്ത് ചെയ്യുന്നില്ല? മഞ്ഞ് ചെയ്യുന്നില്ല എന്ന് വെക്കുക. പിന്നെന്താ ഉണ്ടായത്? ബലെങ്കിലും ഔറദ, ആര് കൊണ്ടുവന്നു? മാനി കൊണ്ടുവന്നു. എന്തിനെ കൊണ്ടുവന്നത്? ദലീലൻ, ഒരു ദലീലിനെ കൊണ്ടുവന്നു. എങ്ങനത്തെ ദലീലാണ്? മുഖാബലത്തെ ദലീൽ മുസ്തദിൽ, മുസ്തദിലിന്റെ ദലീലിനോട് മുഖാബലയാകുന്ന ഒരു ദലീലിന് എന്ത് ചെയ്ത് കൊണ്ടുവന്നു. ഓൻ കൊണ്ടുവന്ന ദലീല് സുബൂത്താക്കുന്നതിന് എതിരായിട്ട് ഇവൻ എന്ത് ചെയ്ത് സുബൂത്താക്കി. ഓൻ പറഞ്ഞ നേരെ എതിര് പറഞ്ഞ് സുബൂത്താക്കി. അപ്പൊ വൈല യംന ശൈഅൻ മുഖദ്ദിമാതി വൽ ഔറദ ദലീലൻ മുഖാബിലൽ ദലീൽ മുസ്തദിൽ, മുസ്തദിലിന്റെ ദലീലിനോട് മുഖാബലയായിട്ട് ദലീലിനെ എന്ത് ചെയ്യും? കൊണ്ടുവന്നു. അവൻ ബല ഉറത അവൻ എന്ത് ചെയ്ത് കൊണ്ടുവന്നു? ദലീലിനെ കൊണ്ടുവന്നു. എങ്ങനത്തെ ദലീലാണ്? മുസ്തദിലിന്റെ ദലീലിനോട് മുഖാബലയായ. മനസ്സിലായില്ലേ? പിന്നെ എങ്ങനത്തെ ദലീലാണ്? ദാല്ലൻ, അത് അറിയിക്കുന്നതാണ്. എന്തറിയിക്കും? അലാ നഖീൽ മുദ്ദഅഹു, മനസ്സിലായില്ലേ? ഈ പറയപ്പെട്ടതായ പിന്നെ അതായത് മുസ്തദില്, അവൻ മുസ്തദില് കൊണ്ടുവരുന്നതായ ദഅവ, ഓന്റെ ദഅവന്റെ നേരെ ഓപ്പോസിറ്റിന്റെ മേൽ അറിയിക്കുന്ന. അപ്പൊ അങ്ങനെ വെക്കുമ്പോയോ ഫദാലിക യുസമ്മ മുആറദത്തൻ, മുആറദ എന്ന് പറയും.
അപ്പൊ ചുരുക്കി പറഞ്ഞ പോലെ എന്തുണ്ടായി? ഈ 3 തൗജീഹിന്റെ അടിസ്ഥാനത്തിൽ പല രൂപത്തില്ല. ആദ്യത്തെ തൗജീഹ് പ്രകാരം മഞ്ഞും മുനാക്കവയും തഫ്സീലിയായ ദലീലുമായി, തഫ്സീലിയായ നഖ്ലായി. രണ്ടാമത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ഇജ്മാലിയായ നഖ്ലായി. മൂന്നാമത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് മുആറളയായി. എന്നാ കൗലുഹു മുസന്നിഫിന്റെ കൗല് അൽ മന്തിഖു മജ്മൂഉ ഖവാനീനിൽ ഇക്തിസാബി. ഇതാണ് അടുത്ത ചർച്ച. അവിടെ പറഞ്ഞില്ല ഇന്നമാ യൽസമു ദാലിക ലൗലം യന്തഹി ഇക്തിസാബ് ഇലാ ഖാനൂനിൻ ബദീഹി. ഈ ദൗറും തസൽസുലിന്റെയും ദൗറ് തസൽസുലി എന്ന് പറഞ്ഞ ഈ ലുസൂം ഉണ്ടാകുന്നത്, ലാസിമുണ്ടാകുന്നത് എപ്പോഴാണ്? ഒരു ബദീഹിയായ കാനൂനിലേക്ക് ഇക്തിസാബ് അറ്റമായിട്ടില്ലെങ്കിലാണ്. അങ്ങനെ ബദീഹിയായ കാനൂനിലേക്ക് അറ്റമാകുക എന്നുള്ളത് അതേതാണ് മംനുവാണ്. മനസ്സിലായ എന്താ ഇത് കാരണം പറഞ്ഞത്? മന്തിക്ക് എന്ന് പറഞ്ഞ ഇക്തിസാബിന്റെ കവാനി ഒക്കെ കൂടി പല കാനൂനുകൾ കൂടിയതായ മജ്മൂഇനക്കാണ് മന്തിക്ക് എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് മന്തിക്ക് എന്നുള്ളത് കസ്ബിയാണെന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ദലീലിനെ നമ്മൾ കസ്ബ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് ഉദ്ദേശിച്ചു. ആ വിശദീകരണത്തിലേക്ക് അപ്പൊ ഇനി കടക്കാൻ പോണത്. അൽ മന്തിക്ക് എന്ന് പറഞ്ഞാല് മജ്മൂഉ ഖവാനീനിൽ ഇക്തിസാബി. അപ്പോലും ഞാൻ പറയുന്നു അതായിരിക്കാത് ഏത് ഇവിടെ മന്തിക്ക് ഇക്തിസാബിന്റെ കാനൂനുകളുടെ മജ്മു ആണെന്ന് പറഞ്ഞില്ലേ? ആ മജ്മു ആണെന്ന് പറയാനുള്ള കാരണം ഈ അന്നൽ ഇക്തിസാബ, തീർച്ചയായിട്ടും ഇക്തിസാബാകുന്നത് ഇമ്മാതി തസവുരി, ഒരു പക്ഷെ അത് തസവുറിലെ ആവും എന്ത് ചെയ്യാം, കസ്ബ് ചെയ്യാം. കസ്ബ് ചെയ്ത് കരസ്ഥമാക്കുന്നത് ഒരു പക്ഷെ തസവുറിനെ ആവും. വൈമാജ തസ്തീക്ക്, ഒരു പക്ഷ തസ്തീക്കിനെയാവും. വല്ലവലും എന്നാ ഈ തസവൂറിനെ തക്സബിയാന്ന് പറയുന്നത് ഇന്നമാബിൽ കൗലി ഷാരി, നമ്മൾ ആ കിതാബിന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ അത് ഷാരിഹിന്റെ കൗലായി, കൗലു ഷാരി ആയിരിക്കും. വസ്താനി രണ്ടാമത്തേത് തസ്തീക്ക്, അത് ഹുജ്ജത്താവും. അപ്പൊ നമുക്ക് എന്തായി? ഫഖവാനീനുൽ ഇക്തിസാബി, അവ ഇക്തിസാബിന്റെ കാനൂനുകള് ലൈസത്ത് അവകളല്ല, ലൈസത്ത് ഇല്ല ഖവാനീന, ചില കാനൂനുകളല്ലാതല്ല. എങ്ങനത്തെ കാനൂനുകളാണ്? ഈ മുതഅല്ലിഖത്തൻ, ബന്ധിക്കുന്നതായ. എന്തിനോട് ബന്ധിക്കും? ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു പക്ഷെ തസവൂറിനോട് ബന്ധിക്കും, അല്ലെങ്കിൽ തസ്ദീഖിനോട് ബന്ധിക്കും. എങ്കിൽ വയ്യ ഈ പറഞ്ഞ കാനൂനുകളെ സംബന്ധിച്ചാണ് അൽ ഖവാനീനുൽ മന്തിഖിയ്യത്തുൽ മുതഅല്ലിഖത്തു ബിഇക്തിസാബി തസവ്വുറാത്തി വത്തസ്ദീഖ്. അല്ല, തസ്ദീഖാത്തിനെയും തസവ്വുറാത്തിനെയും കസ്ബ് ചെയ്യാൻ കൊണ്ടിട്ട് കസ്ബ് ചെയ്യാതിരിക്കുക എന്നുള്ളതിനോട് ബന്ധിക്കുന്ന മന്തിഖിയായ നിയമങ്ങൾ, അതാണ് ഇവിടെ ചർച്ച. അപ്പൊ അതുകൊണ്ട് തന്നെ വലൈസ ഹുനാക, അവിടത്തിലില്ല കാനൂൻ, ഒരു കാനൂനില്ല അവിടെ. എങ്ങനത്തെ കാനൂനാണ്? മുതഅല്ലിഖും, ബന്ധിക്കുന്നതായ കാനൂനില്ല. എന്തിനോട് ബന്ധിക്കുന്ന? ബിൽ ഇക്തിസാബി, ഇക്തിസാബിനോട് ബന്ധിക്കുന്ന ഒരു കാനൂൻ ഇവിടെ വരുന്നില്ല. മനസ്സിലായില്ല? അല്ലേ പറയൂ. ഖവാനീനുൽ ഇക്തിസാബി, അവ ഇക്തിസാബിനൊക്കെയുള്ളതായ കാനൂനുകള് അത് ഈ പറയപ്പെട്ട രണ്ടാലൊന്നിനോട് ബന്ധിക്കുന്നത് ആയിട്ട് മാത്രമേ വരുള്ളൂ. എന്നോട് ഒരുപക്ഷെ തസവൂറിനോട് അല്ലെങ്കിൽ തസ്ദീഖിനോട്. തസവൂറിനോട് ബന്ധിക്കും, അല്ലെങ്കിൽ തസ്ദീഖിനോട് ബന്ധിക്കും.
അതാണ് അവിടെ പറഞ്ഞ വയ്യൽ ഖവാനീനുൽ മന്തിഖിയ്യത്തുൽ മുതഅല്ലിഖത്തുൽ ഇക്തിസാബി തസവ്വുറാത്തി വതസ്തീഖാത്തി. തസവ്വുറാത്തിന്റെ ഇക്തിസാബിനോടും തസ്തീഖാത്തിന്റെ ഇക്തിസാബിനോടും ബന്ധിക്കുന്ന മന്തിഖിയായ കാനൂനുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ വലൈസ ഹുനാക ഇവരത്തിലില്ല കാനൂനില്ല. എങ്ങനത്തെ കാനൂനാണ്? പിന്നെ മുതഅല്ലിഖുൻ ബന്ധിക്കുന്നതായ ബിൽ ഇക്തിസാബിനോട് ബന്ധിക്കുന്നതായ കാനൂന്. പിന്നെ അതോടുകൂടി ഖാരിജും മന്ദിക്കിനെ തൊട്ട് ഖാരിജായ ഇക്തിസാബിനോട് ബന്ധിക്കുന്നതായ ഒരു കാനൂന് ഇവിടെ ഉണ്ടാവില്ല. കൗലു സാരിന്റെ കൗല് മുസന്നിഫിന്റെ എന്താണ്? ബഅദു അജ്സാഇ ബദീഹിയ്യ് എന്ന് പറഞ്ഞില്ല. കശക്കിലിൽ അവ്വലി, അതായത് ജുസുക്കളിൽപ്പെട്ട ബഅദു ബദീഹിയാണ്. ഒന്നാം ശക്കല് പോലെ അത് ചർച്ച ചെയ്യാൻ പോവാണ് ആ കോല്. പിന്നെ ഇൻതാജോ കാരണം എന്താ? ഈ ഒന്നാം ശക്കൽ നതീജ പുറപ്പെടുവിക്കുക എന്നുള്ളത് ബയ്യനത്താണ്. കാരണം എന്താ? ഇപ്പൊ നമ്മളിപ്പോ 4 ശക്കൽ ചർച്ച ചെയ്തിടത്തൊക്കെ ഈ 3 ശക്കലിനെ, അതായത് 2, 3, 4 ഈ 3 ശക്കലിനെയും നമ്മൾ ചർച്ച ചെയ്യുന്നിടത്ത് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ദലീൽ കൊണ്ട് സമർത്ഥിച്ചിട്ടുണ്ട്. നേരെ മറിച്ചുകൊണ്ട് ഒന്നാമത്തെ ശക്കലിന്റെ വെർബുകളെ സമർത്ഥിച്ചിടത്ത് ദലീൽ കൊണ്ട് സമർത്ഥിച്ചിട്ടില്ല. കാരണം ദലീൽ സമർത്ഥിക്കേണ്ട ആവശ്യമില്ല. കൊൽഫ്, കുബറൻ അക്സാക്ക, സുഹറൻ അക്സാക്ക, ഇങ്ങനത്തെ പോലെ കാര്യങ്ങളെ. അതാണ് പൈന ഇൻതാജവും. തീർച്ചയായിട്ടും ഈ ഒന്നാം ശക്കൽ നതീജ പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞ വിഷയം ബയ്യന് അത് വ്യക്തമായതാണ്. ലാ യഹ്താജു ഇലാ ബയാനി, ഒരു വിശദീകരണത്തിന് അവർ ആവശ്യമില്ല. അസുലൻ തീരെ. പിന്നെയോ ബൽ കുല്ലും മിൻ തസവ്വറൽ മൂജിബത്തൈനി കുല്ലിയത്തൈനി, കുല്ലിയായ 2 മൂജബിനെ ആരാണോ തസവ്വുറാക്കുന്നത്? എങ്ങനെ? അല അയ്യത്തിൽ വെർബിൽ അവലി, ഒന്നാമത്തെ വെർബിന്റെ രൂപത്തിൽ, മിന ശക്ലിൽ അവലി, ഒന്നാം ശക്ലിൽ നിന്ന്. അതേപോലെ തന്നെ തസവ്വറൽ മൂജബത്തിൽ കുല്ലിയത്ത, മൂജബ കുല്ലീൻ ആരാണ് തസവ്വുറാക്കുന്നത്? അല്ലത്തി എങ്ങനത്തെ മൂജബ കുല്ലിയാണ്? അത് നത്തീജത്തുഹുമായ ഇവ രണ്ടിന്റെയും നത്തീജാണ്. ഏത്? മുജബ കുല്ലിയും പിന്നെ അല്ലേ മുജബ കുല്ലിയും മമ്മാന്നല്ലേ. മുജബ കുല്ലിയും കൂടിയാല് മുജബ കുല്ലി നത്തീജയാണ്. നത്തീജാണല്ല. അപ്പൊ ആ നത്തീജനെ ഒരാളെന്ത് ചെയ്ത് തസവ്വുറാക്കും. അതാണ് കുല്ലുമൻ തസവ്വറ മുജബ. അതിന്റെ കുല്ലി 2 മുജബ കുല്ലിനെ ഒരാൾ തസവ്വുറാക്കി ഒന്നാമത്തെ വെർബിന്റെ അടിസ്ഥാനത്തിൽ. മനസ്സിലായില്ലേ? എന്നിട്ട് എന്ത് ചെയ്ത്? എന്നിട്ട് പിന്നെ നത്തീജയാവുന്ന മുജബാജിബിനെ കുല്ലിയൻ എന്ത് ചെയ്ത്? തസവ്വുറാക്കി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ജസമ അപ്പാടെ ഉറപ്പിക്കും പദാഹത്തെ നിലക്ക് ബിസ്തിൽസാമിയ. ഈ 2 മുജബകളും ഏതിനെ ലാസ്യമാക്കുന്നതാണെന്ന് ഈ പറയപ്പെട്ടതായ മുജബ കുല്ലിയാകുന്ന നത്തീജയെ. ഒന്നാം ശക്കലത്തെ വിഷയത്തെ ഈ പറയുന്നത്. വാക്കഥ ഇപ്രകാരം തന്നെയാണ് ഹാലു വാക്കിൽ ഉറൂബി, ഒന്നാം ശക്കലിലെ മറ്റുള്ള വെർബുകളുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. അവിടെ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. എങ്കിൽ വകതാരിക്ക ഇപ്രകാരം തന്നെയാണ് അത് കിയാസു ഇസ്തിസ്നായിയായ കിയാസു മുത്തസിലായി. അതിന്റെ കാരണം എന്താണ്? ഫൈനമൻ തീർച്ചയായിട്ടും ഒരാൾ അജിമാവ മനസ്സിലാക്കി, അത് മുലാസമത്ത് അവിടുത്തെ മുലാസമത്ത് മനസ്സിലാക്കി. രണ്ടിന്റെ ഇടയിൽ മുലാസമത്ത് ഉണ്ട് എന്നുള്ള വിഷയം എന്ത് ചെയ്ത് ഒരാള് മനസ്സിലാക്കിയാല് ഇവിടുത്തെ മുലാസമത്ത് ഇപ്പൊ വേറെ നമ്മൾ പറഞ്ഞത്, അതായത് 2 മുജബ കുല്ലി നത്തീജ മുജബ കുല്ലിയാണ്. അപ്പൊ 2 മുജബ കുല്ലിയെ ഒരാൾ എന്ത് ചെയ്ത് തസവ്വുറാക്കി കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് പിന്നെ അതേപോലെ തന്നെ പിന്നെ മുജബ കുല്ലീനെ
അതും തസവൂറാക്കിയാല് അപ്പൊ അവിടെ ഉറപ്പായിട്ട് എന്തുണ്ടായി തീരും? അവിടെ ജുസൂം ഉണ്ടാവും. എന്താ ജുസൂം ഉണ്ടാവുക? ഈ രണ്ട് മൂജബാ കുല്ലിയും ഈ ഒരു മൂജബാ കുല്ലിയും എന്ത് ചെയ്യും? ലാസിമാക്കും എന്നുള്ള വിഷയം. അതാണ് ലാസിം. അപ്പം ഈ പറഞ്ഞ രണ്ട് മൂജബാ കുല്ലിയെ നതീജ മൂജബാ കുല്ലി വരും. അപ്പൊ ആ മൂജബാ കുല്ലിന്റെയും അത് അസിലി കിയാസാവുന്ന രണ്ട് മൂജബാ കുല്ലിന്റെയും ഇടയിൽ എന്തുണ്ട്? ഇസ്തിൽസാമുണ്ട്. അക്കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെയാണ് ഹാല് ബാക്കിയുള്ള റൂബി മറ്റു വെർബുകളുടെ അവസ്ഥയും ഇപ്രകാരമാണ്. ഇസ്തിസ്നായിയാസ് കാരണം അരിമൽ മുലാസമത്തിനെ ഒരാള് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അതേപോലെ മൽസൂമ് വജൂദുണ്ട് എന്ന് മനസ്സിലാക്കിയാല് അപ്പൊ അവിടെ ഉറപ്പായിട്ട് ലാസിമുണ്ടെന്ന് വൃത്തം കിട്ടിയില്ലേ? മൽസൂം ഇവിടെ ഉണ്ട്, മുലാസമത്തും ഉണ്ട് എന്നറിഞ്ഞാൽ അപ്പൊ അവിടെ ലാസിം ഏതായാലും ഉണ്ടാവും. അത് എന്റെ അഭിപ്രായത്തിലല്ലോ. കാരണം ലാസിം ഉണ്ടായതുകൊണ്ടാണല്ലോ മൽസൂം ഉണ്ടായി മൽസൂം എന്ന് പറയാൻ തന്നെ കാരണം. അതോടുകൂടി വാജിമ ബദാഅത്തൻ ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ ബദീഹിയായിട്ട് മനസ്സിലായി. അന്നൽ മുഖദ്ദിമത്തൈനിൽ മദ്കൂറത്തൈനി തീർച്ചയായിട്ടും ഈ പറയപ്പെട്ട രണ്ട് മുഖദ്ദിമ. മനസ്സിലായില്ലേ? രണ്ട് മുഖദ്ദിമ ഏതാണ്? നമ്മൾ ചർച്ച ചെയ്ത തന്നെ മുജബാകുല്ലി നത്തീജ മുജബാകുല്ലി മമ്മ. മുജബാകുല്ലി നത്തീജ കൂടിയത് മുജബാകുല്ലി. അവതാ പറഞ്ഞ മേൽ പറയപ്പെട്ടതായ രണ്ട് മുഖദ്ദിമയാകുന്നത് അയിനി അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നു അൽ മുഖദ്ദിമത്ത ദാലത്ത അൽ മുലാസമത്തിന്റെ മേൽ അറിയിക്കുന്നതായ മുഖദ്ദിമ. അതേപോലെ തന്നെ വൽ മുഖദ്ദിമത്തല്ല ഉജൂദിൽ മൽസൂമി മൽസൂം ഉജൂദാണ് എന്നതിന്റെ മേൽ അറിയിക്കുന്ന മുഖദ്ദിമയെ. അങ്ങനെ വന്നാ ഈ രണ്ടും ലാസിമാക്കും. രണ്ടെണ്ണം ഏതാണ്? ഒന്ന് മുലാസമത്തിന്റെ മേൽ അറിയിക്കുന്നതായ മുഖദ്ദിമ, രണ്ടാമത്തേത് മൽസൂം ഉജൂദാണ് എന്നുള്ളതിന്റെ മേൽ അറിയിക്കുന്ന മുഖദ്ദിമ. അവ രണ്ടും ലാസിമാക്കും. എന്തിന്? തിരിക്കണെങ്കിൽ രണ്ട് മുഖദ്ദിമയും ലാസിമാക്കും. എന്തിന്? ഈ പറയപ്പെട്ട രണ്ട് നതീജയെയും. എങ്കിൽ വക്കതല്ല അത് ഇപ്രകാരം തന്നെയാണ് അവസ്ഥ. ഇതസ്തുസിനിയ അതാ ഇസ്തിസ്നാവ് ചെയ്യപ്പെട്ടാല് നക്കീറ് താജിയുടെ നക്കീറിന് ഇസ്തിസ്നാവ് ചെയ്യപ്പെട്ടു. അപ്രകാരമാണ് ഇസ്തിസ്നാവ് മുൻഫസിലും. ഇസ്തിസ്നാവ് മുൻഫസിലും അങ്ങനെ തന്നെയാണ്. ബദീഹിയുൽ ഇൻതാജ് അതൊക്കെ നതീജ പുറപ്പെടുക്കുക എന്നുള്ളത് വ്യക്തമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അതോടുകൂടെ കതീറും ഈ മബായിസിൽ ഒക്കൂസി തനാക്കൂതി ബദീഹിയുൻ അതും ശരിയാണല്ലോ. അക്സുകളുടെയും തനാക്കൂതിന്റെയും ചർച്ചകൾ അധികവും അതും എന്താണ്? ബദീഹിയാണ്. നമ്മള് അക്സ് മുസ്തവി പറഞ്ഞു, അക്സ് നക്കീല പറഞ്ഞു, അതേപോലെ വെറും നക്കീല പറഞ്ഞു. ഇതൊക്കെ സത്യത്തിൽ പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അതൊക്കെ പെട്ടെന്ന് മനസ്സിലായി തീരുന്നതാണ്. ബദീഹിന്നൈവ അവന് വേറെ ചോദ്യം. ഇതാക്കാൻ ആദിഹിൻ മബാഹിദ് ഈ പറയപ്പെട്ടതായ ചർച്ചകളായപ്പോ, ആദിഹിൽ മബാഹിസ് ഈ പറയപ്പെട്ടതായ ചർച്ചകളായപ്പോ ബദീഹിയൻ എന്താണ്? ഇതൊക്കെ ബദീഹിയാണല്ലോ. ഇപ്പൊ നമ്മളത് ഈ പറഞ്ഞ ഒക്കെ എന്താണ്? രണ്ട് മുഖദ്ദിമ. ആ രണ്ട് മുഖദ്ദിമയും രണ്ട് മുജബാകുല്ലി, അത് മുജബാകുല്ലി നതീജ പുറപ്പെടുക്കുക എന്നുള്ള എന്താണ്? വ്യക്തമായ കാര്യമാണ്, സംശയമില്ലാത്ത കാര്യമാണ്, ബദീഹിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫലാഹാജത്ത അപ്പൊ ആവശ്യമില്ല. ഫലാഹാജത്ത അപ്പൊ അവിടെ ആവശ്യമില്ല. ഇല്ലാത്തത് വീനിഹാഫിൽ കുത്തുബി കിതാബുകളിലൊന്നും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ എന്ന്. അത് ബദീഹിയല്ല. ഈ പറയപ്പെട്ട മുഖദ്ദിമകളൊക്കെ എന്താണ്? ഈ ചർച്ചകളൊക്കെ എന്താണ്? ബദീഹിയാണ്. ഇപ്പൊ ഒന്നാമത്തെ ചെക്കിൽ നിർത്തുക. ഒന്നാമത്തെ ചെക്കിൽ 4 റബ്ബുകൾ ഉണ്ടല്ലോ. ഇതൊക്കെ ബദീഹിയാണെങ്കിൽ പിന്നെ എന്തിനാ കിതാബിൽ ചർച്ചയായിട്ട് കൊണ്ടുവരേണ്ട കാരണം എന്നാ?
കാരണം നമ്മളിപ്പോ ഷെക്കലിനെ പറ്റി പറഞ്ഞാലത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെ ഷെക്കലിന്റെയും മൂന്നാമത്തെ ഷെക്കലിന്റെയും നാലാമത്തെ ഷെക്കലിന്റെ വെർബൊക്കെ ഇപ്പൊ ഷെറത്തേദീപൊക്കെ വിശദീകരിച്ചതുപോലെ ദലീലിന്റെ അടിസ്ഥാനം സുബൂത്താക്കിയിരിക്കുന്നത്. നേരെ മറിച്ച് ഒന്നാമത്തെ ഷെക്കലിന് ദലീലിന് സുബൂത്തായിട്ടില്ല, കാരണം ബദീഹിയാണ്. അത് ഒന്നാമത്തെ ഷെക്കലിന്റെ എല്ലാ വെർബുകളും നതീജ പുറപ്പെടുവിക്കുക എന്നുള്ളത് ബദീഹിയുൽ ഇൻതാജാണ്. അപ്പൊ ഈ ബദീഹുൽ ഇൻതാജായ കാര്യമാണെങ്കിൽ പിന്നെന്തിനാ കിതാബിൽ ചർച്ച ചെയ്യുന്നത്? പിന്നെന്തിനാ കിതാബിൽ ചർച്ച ചെയ്യുന്നത് എന്ന് മനസ്സിലായ? കൊൽത്തു. പക്ഷെ എനിക്കൊന്ന് പറയാനുണ്ട്. എന്താ പറഞ്ഞത്? ഈ തദ്വീനിയാബിൽ കുത്തുബി, കിതാബുകളിൽ അത് ചർച്ച ചെയ്യുന്നതിലുണ്ട് ഫായിദത്താനി, 2 ഫായിദുണ്ട്. എന്താ 2 ഫായിദാന്നറിയാം? ഏതാകുമാ ഒന്നാമത്തെ ഫായിദ ഇസാലത്തു ഒരു കാര്യത്തെ നീക്കിക്കളയുക. എങ്ങനത്തെ ഒരു കാര്യമാണ്? അസായി യകൂന ഫീ ബഅദിഹ മിൻ ഖഫായിൻ മുഹ്വിജിൻ ഇലാ തൻബീഹ്, തൻബീഹിലേക്ക് ആവശ്യമാവുന്ന ഖഫാവ് ചിലതിലുണ്ടാവാം. ആ ചിലതിലുണ്ടാകുന്ന ആ ഖഫായിനെ ഇല്ലാതെയാക്കി കളയലാണ് ഇവിടുത്തെ ഒന്നാമത്തെ ഫായിദ. ഇപ്പൊ പിന്നെ ഒന്നാമത്തെ ഷെക്കലിനെ നമ്മൾ എടുത്തു വെക്കുക. ഒന്നാമത്തെ ഷെക്കലിന്റെ ഒന്നാമത്തെ വെർബ്, ആ ഒന്നാമത്തെ വെർബിൽ തന്നെ എന്തെന്ന് വെക്കുക? അതായത് തൻബീഹിലേക്ക് ആവശ്യമാവുന്ന എന്തോ ഒരു അവ്യക്തത അവിടെ ഉണ്ട്. അപ്പൊ ഈ അവ്യക്തത ഉണ്ടെങ്കിൽ ഈ അവ്യക്തതയെ നീക്കി കളയണം. അതിനു വേണ്ടി നമ്മളത് ചർച്ച ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ഷെക്കലിന്റെ 4 വെർബുകളെയും ചർച്ചയ്ക്ക് കൊണ്ടുവന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം അതാണ്. അതേപോലെ രണ്ടാമത്തെ വിഷയം എന്താണ്? അയുത്തവസല ബിയായ മബായിദുൽ ഉഖറ തസ്ബിയ, അതായത് ഈ ഒന്നാമത്തെ ഷെക്കലിന്റെ വെർബുകൾ ബദീഹിയത്തുൽ ഇൻതാജായ ഒന്നാമത്തെ ഷെക്കലിന്റെ വെർബുകൾ വിശദീകരിച്ചുവെങ്കിൽ അത് വിശദീകരിക്കുന്നത് കാരണമായിട്ട് തസ്ബിയായ മറ്റു ബഹസുകളിലേക്ക് എന്ത് ചെയ്യുക? ഇത് കാരണമായിട്ട് അങ്ങോട്ട് ഒരു സഹായകമാകുക. ഈ ചർച്ച ആ ചർച്ചയിലേക്ക് കൂടുതൽ പ്രചോദനം നൽകുക. ആ പ്രചോദനം നൽകുന്നതിന് വേണ്ടിയിട്ടാവും അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയും എന്ത് ചെയ്യാം? പറയാം.